ഹായ് ഓൾ, എൻ്റെ പേര് നിമ കൃഷ്ണൻ എന്നാണ്. ഞാൻ നിലവിൽ PWD റോഡ് സെക്ഷൻ കലയോലപ്പറമ്പ് ഓഫീസിൽ തേർഡ് ഗ്രേഡ് ഓവർസിയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 2014 ഞാൻ ബിടെക് പാസ് ഔട്ട് ആവുന്നത്. അതിനുശേഷം എറണാകുളത്തുള്ളൊരു പ്രൈവറ്റ് ഫേമിൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. 2016 കൃഷ്ണ സാറിൻ്റെ ഹോളി മതയിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ക്ലാസ്സിൽ വരുന്നതിന് മുന്നായിട്ട് ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ സാർ പറഞ്ഞു, പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒത്ത ക്ലാസ്സിലേക്ക് വരേണ്ട, കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം, എങ്കിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. എന്തായാലും പിന്നീട് വരുന്ന സൺഡേ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ ചെന്നു. ആ സമയത്ത് അവിടെ കുറച്ച് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. LSTയുടെ തേർഡ് ഗ്രേഡ് എക്സാം ഒക്കെ വരാനിരിക്കുന്ന ഒരു ടൈമാണ്. പക്ഷേ എനിക്ക് ആ എക്സാം ഉണ്ടാകുന്നില്ല, ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ടാകുന്നില്ല. സാറിനോട് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു, കുഴപ്പമില്ല, ഇനി എക്സാമിൽ വരുമല്ലോ, എന്തായാലും എല്ലാ സൺഡേ ക്ലാസ്സിൽ വാ, എന്നിട്ട് പഠിച്ചു തുടങ്ങുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ചാലക്കുടിയിൽ ആലുവയിലാണ് ക്ലാസ് നടക്കുന്നത്. 2 ക്ലാസ്സും സാറ് തന്നെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. രാവിലെ ചാലക്കുടിയിൽ ക്ലാസ് എടുക്കും, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ആലുവയിൽ. ഞാൻ ശരിക്കും ആ സമയത്ത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സാറ് എല്ലാ സൺഡേ, ഒരു സൺഡേ പോലും ക്ലാസ് ഇല്ലാതിരിക്കുന്നില്ല, എല്ലാ സൺഡേ ക്ലാസ് ഉണ്ടാവും. സാറ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. സാറിൻ്റെ ഓരോ ഫങ്ഷൻസും പിന്നെ ഫാമിലിക്ക് വേണ്ട ടൈമും എല്ലാം സാറ് ഈ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാൽ പോലും അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ വരാനൊക്കെ മാക്സിമം നോക്കാറുണ്ടായിരുന്നു. പക്ഷേ എക്സാമുകൾ സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും സാറിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ കാണുമ്പോഴത്തേക്കും നമ്മളും ക്ലാസ്സിൽ വരാനായിട്ട് മാക്സിമം നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് LSTയുടെ എക്സാം കഴിഞ്ഞു. LSTയുടെ തേർഡ് ഗ്രേഡ് കഴിഞ്ഞ സമയത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സാറ് നമുക്ക് പറഞ്ഞു തന്നിട്ടിരുന്ന അതേ ക്വസ്റ്റ്യൻസ്, ക്ലാസ്സിലെടുക്കുന്ന അതേ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചേക്കുകയാണ്. ആ സമയത്ത് എക്സാം ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ലിസ്റ്റിൽ വരാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വേക്കൻസിയുള്ള എക്സാമുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ എക്സാമുകൾ എഴുതുന്നത് 1 വേക്കൻസി 2 വേക്കൻസി അങ്ങനെ ചെറിയ ചെറിയ എക്സാമുകളാണ് ആ സമയത്ത് എഴുതിയിട്ടുള്ളത്. അങ്ങനെ മാരേജ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സാമുകളൊന്നും ഇല്ലാതെ ശരിക്കും അടുത്തിട്ട് അങ്ങനെ കുറച്ച് നാൾ ഞങ്ങൾ ക്ലാസ്സിൽ വരാതെയായി. അത് കഴിഞ്ഞ് 2018 തേർഡ് ഗ്രേഡിൻ്റെ എക്സാം വിളിക്കുന്നത്. PWD ഇറിഗേഷൻ ഹാർബർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള തേർഡ് ഗ്രേഡിൻ്റെ എക്സാം വിളിക്കുന്നത്. 2019 ആ എക്സാം നടക്കുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് രാവിലെ ക്രാഷ് കോഴ്സ് സാറ് തുടങ്ങിയായിരുന്നു, മോർണിംഗ് ക്ലാസ്. അത് സാറ് തന്നെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തായാലും അതിന് വരാമെന്ന് ഓർത്തു. ആ ഒരു 2 മാസം രാവിലെ മോർണിംഗ് ക്ലാസ്സിന് വരും. അപ്പോൾ രാവിലെ 7 മണിക്ക് ക്ലാസ് തുടങ്ങും. വീട്ടിൽ നിന്ന് രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. 7 മണിക്ക് ക്ലാസ് തുടങ്ങും. ഒരു 8:45 ആകുമ്പോഴത്തേക്കും ക്ലാസ് കഴിയുമ്പോൾ നേരെ എറണാകുളത്തേക്ക് ജോലിക്ക് പോകും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് സാർ പറയുന്നത് ബൾക്ക് വേക്കൻസിയുള്ള എക്സാമാണ്, മാക്സിമം ജോലി കളഞ്ഞ് പഠിക്കാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളുടെ ഒരു സാഹചര്യം വെച്ചിട്ട് ജോലി കളയാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആവുന്നില്ല. അതുകൊണ്ട് ജോലിയുടെ ഒപ്പം തന്നെ പഠിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ ക്ലാസ്സിൽ വരും, അതിനുശേഷം ജോലിക്ക് പോകും, തിരിച്ച് വീട്ടിൽ വന്നിട്ട് കുറച്ച് ടൈമൊക്കെ ഇരുന്ന് പഠിക്കും. അത് കഴിഞ്ഞ് എക്സാം എടുക്കാറായപ്പോഴത്തേക്കും ഞാൻ ഒരു 10 days സാറിൻ്റെ അടുത്ത്, ഞങ്ങളുടെ ഓഫീസിൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറിന് എക്സാം ആണെന്ന് പറഞ്ഞിട്ട് ഒരു 10 ദിവസം ഞാൻ ലീവ് എടുത്തിട്ട് ആ സമയത്ത് ആലുവരെ ക്ലാസ്സിൽ വന്നിട്ട് കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ പോയിന്റ്സൊക്കെ അങ്ങനെ കമ്പൈൻ സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും പഠിക്കാൻ പറ്റി. കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത് പഠിച്ചു. അതുകൊണ്ട് തന്നെ എക്സാം സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴത്തേക്കും വളരെ സന്തോഷമായിരുന്നു. നമ്മൾ പഠിച്ച കുറേ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ എക്സാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റിയായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് സാറിൻ്റെ നോട്ട്സ്. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് തന്നിരുന്നു. അതുകൂടാതെ ഡെയിലി മോഡൽ എക്സാംസ് ഇട്ടിരുന്നു. ഇതെല്ലാം എക്സാമിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് സാറിൻ്റെ മോട്ടിവേഷൻ. നമുക്ക് കിട്ടില്ല, പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നെഗറ്റീവായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും സാറിൻ്റെ മോട്ടിവേഷൻ. അത് നമുക്ക് വളരെയധികം എനർജിയാണ് തരുന്നത്. വീണ്ടും പഠിക്കാനും എന്തായാലും നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ് പഠിക്കാനായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാകും. അത് കഴിഞ്ഞ് എക്സാമിന് ചെന്നപ്പോൾ
നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ല സാറ് പറയും ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് വേണം എക്സാം എഴുതാനായിട്ട്. എക്സാം ഹോളിൽ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് കുറേ ടിപ്സ് ഉണ്ട്. സാറിൻ്റെതായ കുറേ ടിപ്സ് ഉണ്ട്. നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന ഒരാൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഡൗട്ടഡ് ക്വസ്റ്റ്യൻസും കൂടി എഴുതാനാണ് സാർ പറയുന്നത്. അതുകൂടി എഴുതുമ്പോൾ ആയിരിക്കും നമുക്ക് നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റുക. നന്നായിട്ട് എന്താ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സുള്ള ഒരാളാണെങ്കിൽ ഹോളി മന്തിലേക്ക് വന്നാൽ മതി. അവിടെ നമ്മുടെ എല്ലാ സപ്പോർട്ടിനും ഷിൻഡോ സാറുണ്ട്, വേറെ കുറേ ആളുകളുണ്ട്. എന്തായാലും എല്ലാവർക്കും ജോലി കിട്ടും.